എല്ലാവരുടെയും മനസ്സും ആ സമയം അശാന്തമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ നോവിൽ അവരുടെ ഹൃദയം വീണ്ടും രക്തം കിനിഞ്ഞുകൊണ്ടേയിരുന്നു. ഏട്ടനിന്ന് ഓഫീസിൽ പോണില്ലേ? പോണം, കുറച്ച് കഴിഞ്ഞ്. ഇന്നെന്താ പറ്റിയേ? പതിവില്ലാതൊരു ചോദ്യം. ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. പിന്നല്ലേ, ആ ബദ്രിയുടെ കാര്യം എന്തായി? അവൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. പിന്നെയും അവിടെ തന്നെ പതുങ്ങി നിൽക്കുന്ന യാമിനിയെ കണ്ടപ്പോൾ യാഷിത്ത് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താണ് ഏട്ടൻ്റെ കുട്ടിയുടെ മുഖത്തൊരു കള്ളലക്ഷണം? ഫ്രണ്ട് ആരേലും വരുമോ? അത് പിന്നെ ഏട്ടാ, ഒരു ടൈം പാസ്. നടക്കട്ടെ, ഞാൻ ശല്യമാവുന്നില്ല. യാഷിത്ത് അവിടെ നിന്ന് ഇറങ്ങി പുറകെ തന്നെ ബൈക്കിൽ യാമിനിയുടെ ഫ്രണ്ടും വന്നു. ചേട്ടൻ്റെ അതേ സ്വഭാവത്തേക്കാൾ ഒരു പടി മുകളിലാണ് അനിയത്തി. അവനെയും കൂട്ടി റൂമിൽ കയറുന്നത്, വാതിലടയുന്നതുമെല്ലാം നോക്കി അവിടെയുള്ള ജോലിക്കാരൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇതേ സമയം കാറിൽ യാത്ര ചെയ്തിരുന്ന യാഷിത്തിനെ തേടി അവൻ്റെ കൂട്ടാളിയുടെ ഫോൺ കോൾ എത്തി. പറയടാ, ചാരുലതയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? അതിനെക്കുറിച്ച് അറിഞ്ഞില്ല, പക്ഷെ സാറ് മുൻപത്തെ ആ കൃഷി ഓഫീസറില്ലേ, അയാളും ഫാമിലിയും വീണ്ടും എത്തിയെന്ന് CI ആണ് എന്നോട് പറഞ്ഞത്. സാറിനോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ യാഷിത്ത് കോള് കട്ടാക്കി. സൂക്ഷിക്കാൻ? അതും ഞാൻ? സ്വയം എന്ന് പറഞ്ഞിട്ട് അവൻ ഡ്രൈവിന് വിളിച്ചു. എന്ത് സർ? കണിമംഗലം ഭാഗത്തേക്കൊന്ന് പോടൂ. അവിടെ എന്ത് സർ? അറിഞ്ഞാലേ താൻ അങ്ങോട്ട് പോകൂ. സോറി സർ. യാത്രയിലുടനീളം യാഷിത്ത് പഴയ ഓർമ്മകളിൽ തന്നെയായിരുന്നു. ചിത്രയുടെ കേസ് അന്ന് ഒതുക്കി തീർത്തത് കൂടെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇന്നും ആ കേസ് തൻ്റെ പണത്തിൻ്റെ ബലത്തിലാണ് പുറം ലോകം അറിയാത്തത്. അവസാനം ആ സ്റ്റീഫനെ ഒതുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. സാർ പറഞ്ഞ സ്ഥലം എത്തി. ഡ്രൈവറുടെ വാക്കുകളാണ് അവനെ ഓർമ്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. കാറ് സ്ലോ ആക്കിയിട്ട് മുൻപോട്ട് പൊക്കോ. അവൻ്റെ നിർദ്ദേശപ്രകാരം കാറ് മുൻപോട്ട് പോയപ്പോൾ യാഷിത്ത് വിൻഡോ വഴി ഇടത് സൈഡിൽ തന്നെ നോക്കിയിരുന്നു. മുറ്റത്തിരുന്ന് വർത്താനം പറയുന്ന ചാരുവിനെയും ബദ്രിയെയും മറ്റു ഫാമിലി മെമ്പേഴ്സിനെയും കണ്ടതും അവൻ്റെ ചുണ്ടിൽ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഇരകളെ തിരിച്ചു കിട്ടുമ്പോഴുള്ള വന്യമായ ചിരി നിറഞ്ഞു നിന്നു. അവരെ ഒന്ന് നോക്കിയിട്ട് ഡ്രൈവറോട് മുന്നോട്ട് തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഗസ്റ്റ് ഹൗസിൽ ആണ് പിന്നെ ആ കാറ് വന്ന് നിന്നത്. എപ്പോഴും ഗൗരവത്തിലിരിക്കുന്ന അവൻ്റെ മുഖത്തെ ചിരി എല്ലാവർക്കും പുതുമയായിരുന്നു. പക്ഷെ ആ ചിരിക്ക് പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ചെകുത്താനെ തിരിച്ചറിഞ്ഞവർ മാത്രം ഭയത്തോടെ അവനെ നോക്കി. ഡാ, അകത്തു നിന്നുള്ള അലർച്ച കേട്ടതും അവൻ്റെ കൂട്ടാളികളെ പ്രധാനി അവൻ്റെ മുൻപിലേക്ക് ചെന്നു. സാർ വിളിച്ചോ? ഒരു ചെറിയ പണിയുണ്ട്, അത് നീ തീർക്കാൻ ഞാൻ ചെയ്തോളാം, പക്ഷേ കൂട്ട് വേണം എനിക്ക്. പറഞ്ഞത് മനസ്സിലായോ? ആയി സാർ. എന്നാ പൊക്കോ. ചാരുതര കയ്യിൽ നിന്ന് വഴുതി പോയവൾ ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത്. ബാലശ്രീയെ കണ്ട് കൊതിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു യോഗം. അവരെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുക അവൻ്റെ ഫോൺ റിങ് ചെയ്തു. പറടാ, ഞാനും അനിയത്തി നാളെ അങ്ങോട്ട് വരുവാ. ചെറിയൊരു പണിയുണ്ട്. എനിക്കുണ്ട് ചെറിയൊരു പരിപാടി. നീ വന്ന ഷെയർ തരാം. എങ്ങനെ, ഐറ്റം കിടുവാണോ? ഒന്നും പറയാനില്ല അളിയാ, പക്ഷെ കിട്ടാൻ കുറച്ച് മെനക്കെടണം. അതൊക്കെ റെഡിയാക്കാന്നേ. എന്നാ നീ വാ. മുറ്റത്ത് തന്നെ വട്ടം കൂടിയിരിക്കുന്ന ചാരുവും ബാക്കിയുള്ളവരും. ഇനി എന്താ പ്ലാൻ അവനെ കൊടുക്കാനായിട്ട്? ഒരു വഴിയുണ്ട് ജീവേട്ട, പക്ഷെ നടക്കുമോ എന്നറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. പ്ലാൻ എന്താ പറ ചാരു? അത് ബാലേച്ചി, ആ യാമിന് ബദ്രിയുടെ പുറകെ നടക്കുമല്ലേ? അവൾക്ക് അനുകൂലമായിട്ട് ബദ്രി സംസാരിച്ച? നോ ചാരു, അവളുടെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാണ്. പ്ലീസ് ബദ്രി, നല്ലൊരു കാര്യത്തിനല്ലേ? ജീവയും ബാക്കിയുള്ളവരും കൂടി നിർബന്ധിച്ചപ്പോൾ അവൻ നിവൃത്തിയില്ലാതെ സമ്മതിച്ചു. ഫോൺ എടുത്ത് അവൾക്ക് കോൾ ചെയ്ത ശേഷം സ്പീക്കറിലിട്ടു. തൻ്റെ റൂമിൽ തൻ്റെ ഫ്രണ്ടുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു യാമിനി. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് മടിയോടെയാണ് യാമിനി ഫോൺ എടുത്തത്. സ്ക്രീനിൽ തെളിഞ്ഞു കണ്ട ബദ്രിയുടെ പേര് അവളിൽ തന്നെ അത്ഭുതപ്പെടുത്തി. ഫസ്റ്റ് ടൈമാണ് അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. പുതപ്പ് കൊണ്ട് തൻ്റെ പാതി നഗ്നത മറച്ചുകൊണ്ട് യാമിനി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കോൾ അറ്റൻഡ് ചെയ്തു. ബദ്രി. യാമി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പെട്ടെന്നെന്താ അങ്ങനെ ഒരു തോന്നൽ? പെട്ടെന്നൊന്നുമല്ല, കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു. എന്താടോ, തൻ്റെ ഭാര്യ താൻ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് ബെഡ്റൂമിൽ തരുന്നില്ലേ? അതാണോ എന്നെ ഇപ്പോൾ ഓർത്തത്? യാമിനിയുടെ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ ഫോൺ എറിയാനാണ് ബദ്രിക്ക് തോന്നിയത്. മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചല്ല. ഏതൊരു മനുഷ്യനും ദേഷ്യം തോന്നുന്ന കാര്യമാണ്. അവരുടെ അനുവാദമില്ലാതെ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുന്നത്, അതും അഭിപ്രായം പറയുന്നതും. അത് തൻ്റെ പാതിയെക്കുറിച്ചാവുമ്പോൾ. ബദ്രി. യാമി, കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം. താൻ ബിസി അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് ബീച്ചിലൊന്നു വാ. ഏത് ബീച്ചാണ് ബദ്രി? സ്നേഹതീരമാണോ? അവിടെ തന്നെ, ഞാൻ അവിടെ ഉണ്ടാവും, നിന്നെയും കാത്ത്.
ഫോൺ കോൾ കട്ടാക്കിയിട്ട് ചാരുവിനെ നോക്കിയപ്പോൾ അവൾ ഒടുക്കത്തെ ആലോചനയിലാണ്. ഡീ പോത്തെ, അവൾ നാളെ വരും. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ തെറ്റിപ്പിരിഞ്ഞു എന്ന് അവളെ വിശ്വസിക്കണം. അതുപോലെ ഈ ആഷിത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും അറിയണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞു. നമുക്ക് വേണ്ടിയുള്ള വല വിരിച്ചു തുടങ്ങിക്കാണും. യാമിനിയിലൂടെ ആദ്യം തകർക്കേണ്ടത് അവൻ്റെ പണമാണ്. അത് വെച്ചാണ് അവൻ കളിക്കുന്നത് പോലും. പ്ലാനുകൾ കൂട്ടിയിട്ടും കുറച്ചുമെല്ലാം അവരാ ഒരു രാത്രി കൂടെ വിടവാങ്ങി. ഈ ഷർട്ട് വേണ്ട, റെഡ് മതി. ബ്ലൂ ഷർട്ടിന് എന്താടി പ്രശ്നം? കുറേ നേരമായി അവൾ തുടങ്ങിയിട്ട് ആ ഷർട്ട് വേണ്ട, ഇത് മതി എന്നൊക്കെ. ബദ്രി ഇങ്ങനെ ചൂടാവല്ലേ. യാമിനിയുടെ മുൻപിൽ ചെല്ലുമ്പോൾ സുന്ദരനായിട്ട് വേണ്ടേ എൻ്റെ കെട്ടിയോൻ പോവാൻ? അതല്ലേ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ. നിനക്ക് വട്ടുണ്ടോ ചാരു? ഞാൻ അവളെ പെണ്ണ് കാണാനല്ല പോണത്, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ചെല്ലാൻ. 2 മണിക്കൂറിന് മുകളിലായി ഡ്രസ്സ് മാറാൻ തുടങ്ങിയത്. അതിൻ്റെ കൂടെ ചാരുവിൻ്റെ ഡയലോഗ് കൂടി ആയപ്പോൾ ഈ ഷർട്ട് ഊരിക്കളഞ്ഞ് കട്ടിൽ ചെന്നിരുന്നു ബദ്രി. എൻ്റെ കെട്ടിയോനെ, ഇങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ ഇരിക്കാതെ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുവേ. എന്നാ കടിക്കടി നീ, അതിൻ്റെ കൂടി ഒരു കുറവുള്ളൂ. മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച മൂട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഒരു കോപ്പിലെ റൊമാൻസ്. മൂട്ടിൽ തീ പിടിക്കാൻ നിങ്ങളാര്? മിന്നാമിനിങ്ങിൻ്റെ ആങ്ങളെയോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ ചോപ്പോ പച്ചയോ എന്താന്ന് വെച്ച് എടുത്തതാ. റെഡ് കളർ ഷർട്ടും അതിന് മാച്ചിങ് ആയ റെഡ് കരയുള്ള മുണ്ടും കൊടുത്തിട്ട് ബദ്രി കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നു. കെട്ടിയോനെ തന്നെ വായും തുറന്ന് നോക്കി നിൽക്കുന്ന ചാരുവിനെ നോക്കി അവൻ. എന്താടി ഇങ്ങനെ നോക്കുന്നേ? ലവ് യു കെട്ടിയോനെ. എന്താണെന്നറിയില്ല, നിങ്ങളെ കാണുമ്പോൾ ഇഷ്ടം കൂടി വരുവാ. അങ്ങനെയാണല്ലേ? ചാരുവിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ട് നെറ്റിയിൽ വീണ് കിടക്കുന്ന അവളുടെ മുടിയിഴകളെ കൈകൊണ്ട് ഒതുക്കി വെച്ചു. ആ സമയം ക്രമം തെറ്റിയിരിക്കുന്ന തൻ്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു ചാരു. അവൻ്റെ ഗന്ധം പോലും തന്നെ തളർത്തുന്നതായി തോന്നി ചാരുവിന്. ചാരുട്ടി, ഒരു ഉമ്മ താടി. എന്തോന്ന് ഉമ്മ? കേട്ടില്ലേ? എൻ്റെ മൂത്താപ്പ പണി പാളി. ഉമ്മ കൊടുക്കാൻ പറഞ്ഞാലേ എൻ്റെ കള്ളക്കളി വെളിച്ചത്താവും. അപ്പോഴേ ഞാൻ മനസ്സിനോട് പറഞ്ഞതാ, ഇപ്പോൾ തിന്നണ്ടാന്ന്. പക്ഷെ എന്തു ചെയ്യാൻ, കൊതിയൻ മനസ്സെന്നെ ചതിച്ചു. ഇതെല്ലാം ചാരു മനസ്സിൽ പറഞ്ഞു. ഇങ്ങനെ കിടന്ന് മോങ്ങാതെ ഉമ്മ കൊടുക്കാതെ ഇരിക്കാനുള്ള ഐഡിയ നോക്കടി പൊട്ടി. അല്ലെങ്കിൽ ബദ്രിക്ക് എടുത്തു വെച്ച പുഴുങ്ങിയ കോഴിമുട്ട തിന്നത് അവനറിയും. വായെങ്കിലും കഴുകിയിരുന്നെങ്കിൽ നിനക്ക് രക്ഷപ്പെടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചാരുവിൻ്റെ മനസ്സാണ് ഈ പറയുന്നത്. ചാരുട്ടി, ഓ എന്തോ? തല കുമ്പിട്ട് തന്നെ നിന്നുകൊണ്ടാണ് ചാരു വിളി കേട്ടത്. ഞാൻ ചോദിച്ചത് നീ തന്നില്ല കേട്ടോ ചാരു. ഉമ്മയില്ലേ? തരാലോ. പക്ഷേ റാഫിക്ക് സമ്മതിക്കുമെന്നറിയില്ല. റാഫിയോ? അതാര്? അവനെന്തിനു സമ്മതിക്കണം? ഉമ്മ തരണമെങ്കിൽ ആള് സമ്മതിക്കണ്ടേ? ആളുടെ സമ്മതമില്ലാതെ ആളുടെ ഉമ്മയെ ഞാൻ എങ്ങനെ തരാനാ? നിനക്ക് വട്ടാടി, മുഴുത്ത വട്ട്. ഞാനൊന്ന് പോയി വരട്ടെ, എന്നിട്ട് ഞാൻ നിൻ്റെ ഈ വട്ടിനുള്ള മരുന്ന് തരാം. ബദ്ര റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും ചാരു വേഗം പല്ല് തേക്കാൻ പോയി. 1 2 മുട്ടയല്ല, ഒറ്റയിരുപ്പിന് ചാരു കഴിച്ചത്. അവളുടെ ഒരു ഉമ്മ. എന്താളിയ ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് സംസാരിക്കുന്നേ? എന്തേടാ, എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? കലിപ്പാണല്ലോ. എന്താ പറ്റിയേ? ആ യാമിയെ കാണാൻ പോകുന്നത് കൊണ്ടാണോടാ? നിനക്കിപ്പോൾ എന്താണ് അറിയേണ്ടത്? എനിക്കൊന്നും അറിയണ്ട, നീ പൊക്കോ. ജീവയെ ഒന്ന് നോക്കിയിട്ട് ബദ്രി വേഗം പുറത്തോട്ടിറങ്ങി. ബദ്രി കാർ സ്റ്റാർട്ടാവുന്ന ഒച്ച കേട്ടതും ചാരു വേഗം മുറ്റത്തേക്ക് ഓടിയിറങ്ങി. അവൻ്റെ കാറ് കടന്നു പോകുന്നത് നോക്കി സങ്കടത്തോടെ പഴുത്ത ചാമ്പയ്ക്ക് പൊട്ടിച്ച് തിന്നു. ഇതും കണ്ടുകൊണ്ടാണ് ബാല ചാരുവിൻ്റെ അടുത്തേക്ക് വന്നത്. ഇതെന്ത് പണിയാ ചാരു നീ ചെയ്തേ? ഒറ്റയ്ക്കിരുന്ന് കഴിക്കേ? സങ്കടമുണ്ട്, സങ്കടം. പിണങ്ങല്ല നാത്തു. ബദ്രിയേട്ടനും പിണങ്ങിയപ്പോൾ നാത്തൂനും കൂടി. ഏട്ടനെന്താ പിണങ്ങിയ? മുട്ട എടുത്ത് കഴിച്ചുകൊണ്ടാണോ? അങ്ങനെയാണ് ഞാൻ ജീവേട്ടന് 2 ട്വിൻ ബൂസ്റ്റ് ഞാൻ എടുത്ത് കഴിച്ചു. എന്നിട്ടാണ് പിണങ്ങിയില്ല. ഇതിപ്പോൾ യാമിനിയുടെ അടുത്ത് പോകേണ്ട ദേഷ്യം കാട്ടിയതാവും. അതൊന്നുമല്ല, എന്നോട് ഉമ്മ ചോദിച്ചു, വായനാറ്റുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, അതിന് പിണങ്ങി. അതിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നേ? ഏട്ടൻ വരുമ്പോൾ ചോദിച്ചതിന് ഇരട്ടിയായിട്ട് കൊടുത്താൽ മതി. മതിയോ? മതിടി. എന്നാ ഇങ്ങോട്ട് വരട്ടെ. ബദ്രിയുടെ കാറ് ചെന്ന് നിന്നത് സ്നേഹതീരം ബീച്ചിലാണ്. കാറ് പാർക്ക് ചെയ്ത് മുൻപോട്ട് നടക്കുമ്പോൾ തന്നെ കണ്ടു കടലിൽ നോക്കി നിൽക്കുന്ന യാമിനിയെ. യെല്ലോ കളർ സ്ലീവ്ലെസ് ടോപ്പാണ് വേഷം. മുട്ടിനൊപ്പം മാത്രമേ അതിന് ഇറക്കുണ്ടായിരുന്നുള്ളൂ. ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന നിലയിലായിരുന്നു അത്. കളർ ചെയ്ത് ഭംഗിയാക്കി അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറന്ന് കളിക്കുന്നു. ചുണ്ടിൽ ലിപ്സ്റ്റിക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ചെവിയിൽ ഹെഡ്സെറ്റുമുണ്ട്. ബദ്രി അവൾക്കരികിൽ ചെന്ന് അവളെ പതിയെ തട്ടി വിളിച്ചു. യാമി. ഹെഡ്സെറ്റ് ഊരി മാറ്റിക്കൊണ്ട് യാമിനിയെ ബദ്രി നോക്കി വശ്യമായ രീതിയിൽ.
അവളുടെ ഒടുക്കത്തെ കൊലച്ചിരി കാണുമ്പോൾ തന്നെ ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം വെറുപ്പും പുറത്ത് കാണിക്കാതെ ബദ്രി അവൾക്ക് മനോഹരമായി പുഞ്ചിരി നൽകി. എന്തിനാ ബദ്രി നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടാണ് യാമിനി ഓരോ വാക്കും പറഞ്ഞത്. അവളുടെ കണ്ണുകൾ ബദ്രിയുടെ ശരീരത്തിൽ പാഞ്ഞു നടന്നിരുന്നു. ബദ്രിക്ക് അവിടെ നിന്ന് എങ്ങനെ പോയെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് തോന്നിയത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ എങ്ങനെ നോക്കിയാൽ തെറ്റാണ്. പക്ഷേ സ്ത്രീയാണ് ഒരാണിനെ നോക്കുന്നതെങ്കിൽ അതും തെറ്റ് തന്നെയല്ലേ? ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അബ്യൂസ് പോലെ പുരുഷന്മാരും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ബദ്രി ഒന്നും പറഞ്ഞില്ല. അത് യാമി, തനിക്കെന്നെ ശരിക്കും ഇഷ്ടമായാണോ അതോ വെറുതെ അഭിനയിക്കുന്നതോ? യാമിനിയിൽ നിന്ന് പരമാവധി അകലം പാലിച്ചുകൊണ്ടാണ് ബദ്രി അവളോട് ചോദിച്ചത്. ബദ്രിയുടെ വാക്കുകൾ കേട്ടതും യാമിനിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. ബദ്രി അടുത്തേക്ക് നടന്നെടുത്തതുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കൈ ചേർത്ത് കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ബദ്രി, നീ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ലടാ. എന്താ പറയുക, ഈ നിമിഷം ഈ ലോകത്തെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. നിനക്കറിയുമോ ബദ്രി, ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് മൂവിയിലാണ്. എൻ്റെ കണ്ണുകൾ ആദ്യം തന്നെ ഉടക്കിയത് നിൻ്റെ ഈ വിരിഞ്ഞ നെഞ്ചാണ് ബദ്രി. ഈ നെഞ്ചിൽ എൻ്റെ തല ചേർത്ത് കിടക്കാൻ തോന്നി എനിക്ക്. നമ്മുടേത് മാത്രമായ സ്വകാര്യ നിമിഷങ്ങളെല്ലാം ഈ നെഞ്ചിൽ കിടന്ന് ഓർമ്മിക്കാൻ ഒരു മോഹം തോന്നി. പിന്നെ അങ്ങോട്ട് നിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു ഞാൻ. പ്രണയം എന്നതിനെ വിളിക്കാൻ പറ്റുമോ? പറ്റും. അതും ഒരു പ്രണയമാണല്ലോ ബദ്രി, നിൻ്റെ ദേഹത്തോടുള്ള പ്രണയം. യാമിനിയുടെ വാക്കുകൾ കേൾക്കെ ബദ്രിക്ക് തൻ്റെ ദേഹത്തോട് പോലും അറപ്പ് തോന്നി. സിനിമയിൽ അഭിനയിക്കുമ്പോഴും തൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പിക്സ് പോസ്റ്റ് ചെയ്യുമ്പോഴും തൻ്റെ ഫിറ്റ്നസ് പുകഴ്ത്തിക്കൊണ്ട് കമൻസ് വിടാറുള്ള പക്ഷേ തൻ്റെ ശരീരത്തെ കാമ നിറഞ്ഞ കണ്ണുകൾ കൊണ്ടൊരു പെണ്ണ് വർണ്ണിക്കുമ്പോൾ ബദ്രിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ തൻ്റെ ദേഷ്യം എപ്പോൾ വേണേലുമെങ്കിൽ പുറത്തേക്ക് വരുമെന്ന് വരെ തോന്നിപ്പോയി അവന്. ബദ്രി, പിന്നെ നമ്മൾ നേരിട്ട് കണ്ടില്ലേ? അപ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയോ നിനക്ക്? നിർത്തിയാമി, ഈ തരത്തിലുള്ള മറുപടിയല്ല ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാനും ചാരുലതയും തമ്മിലിപ്പോൾ നല്ലൊരു ബന്ധമില്ല, വെറും അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം. നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്കെൻ്റെ നല്ല പാതിയാവാം. നന്നായി ഒന്ന് ആലോചിച്ചിട്ട് മറുപടി നൽകിയാൽ മതി. നിൻ്റെ മറുപടിയായിട്ട് ഞാൻ കാത്തിരുന്നോളാം. യാമിനിയെ ഒന്ന് നോക്കിയിട്ട് ബദ്രി വേഗം തന്നെ അവിടെ നിന്നും പോയി. ബദ്രി പോയിട്ടും അവിടെ നിറഞ്ഞു നിന്ന അവൻ്റെ ഗന്ധത്തിൽ മയങ്ങി നിൽക്കുകയായിരുന്നു യാമിനി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ കണ്ടത് ഫോണും പിടിച്ച് സിറ്റ് ഔട്ടിൽ നടക്കുന്ന യാഷിനിയാണ്. ഇന്നെന്താ ഏട്ടാ ഓഫീസിൽ പോയില്ലേ? എന്നെ ഏൽപ്പിച്ചു ഇന്നത്തെ പരിപാടികളൊക്കെ. അല്ല, ഇവിടെ ഫോണും പിടിച്ച് നടക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, കൂടെ അവൻ്റെ പെങ്ങളും. പെങ്ങൾ തന്നെയാണോ ഏട്ടാ? യാമി, നിനക്കവരെ അറിയാം, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചോദിക്കുന്നേ? എനിക്കറിയുന്നവരോ? അതാരായിട്ടാ? യാമിനി അത് പറഞ്ഞ് നിൽക്കെ തന്നെ വീട്ടിലേക്ക് ഒരു കാറ് വന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന അരവിന്ദനെയും ആര്യയെയും കണ്ടതും യാമിനി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആര്യയെയും കൂട്ടി യാമിനി അകത്തേക്ക് പോയി. അരവിന്ദ് നേരെ യാഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൗഹൃദം പുതുക്കി. 5 മണിയോടടുത്തപ്പോഴാണ് ബദ്രി വീട്ടിൽ തിരിച്ചെത്തിയത്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചാരു അവൻ്റെ അടുത്തേക്ക് വന്നു. അവനെ ചേർത്ത് പിടിച്ച് ക്ഷമ ചോദിക്കാൻ ചാരു തുനിഞ്ഞുവെങ്കിലും അവളുടെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് ബദ്രി നേരെ കിണറിൻ്റെ അടുത്തേക്ക് നടന്നു. ചാരുവിന് അവൻ്റെ പുറകെ പോവാൻ തോന്നിയെങ്കിലും പോണ്ട എന്ന് വെച്ചു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി എത്ര വട്ടം തലവഴി ഒഴിച്ചു എന്ന് ബദ്രിക്ക് തന്നെ അറിയില്ല. യാമിനി കണ്ണുകൾ തൻ്റെ ശരീരത്തിൽ ഓടി നടക്കുന്ന ഓർക്കെ ബദ്രിയുടെ മനസ്സ് വീണ്ടും നഷ്ടപ്പെടുന്നത് പോലെ. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഓരോരുത്തർ ചോദ്യങ്ങളുമായി വന്നു എങ്കിലും ഒന്നിനും ഉത്തരം നൽകാതെ റൂമിൽ പോയി കിടന്നു. ചാരുവും ബാക്കിയുള്ളവരും അവനെ ഒന്ന് നോക്കിയിട്ട് അവരുടെ പണി നോക്കിപ്പോയി.